നമസ്കാരം. ഞാൻ ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, മനുഷ്യനായാൽ നാണം വേണം, കടം വാങ്ങിയാൽ കൊടുക്കാൻ പഠിക്കണം. ഹോട്ടൽ കൗണ്ടറിൽ വെച്ച് അങ്ങയുടെ മരിച്ചുപോയവരെയൊക്കെയാണ് അയാൾ എന്നോട് ഓർപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് ഗുരുനാഥനോട് വഴക്ക് പറഞ്ഞു. അപ്പം പെട്ടി തുറന്ന് അയാളുടെ കാശെടുത്ത് എൻ്റെ തന്നു, കൊടുക്ക് എന്ന്. കാരണം പുള്ളിക്ക് കൊടുക്കാൻ പറ്റില്ല, മനസ്സില്ല, അതാണ് പ്രശ്നം. അവനോ അവസാന കാലത്ത് ഫോട്ടോ ഫ്രെയിമിൽ കയറി നിന്നു. ഗുഡ് സർവീസ് എൻട്രി ആവും, കാരണം ഇദ്ദേഹത്തിൻ്റെ മരിച്ച അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചതിൻ്റെ ഗുഡ് സർവീസ് ആയിരിക്കും. അവനെയും വിളിച്ചു, വാ ഫോട്ടോ എടുക്കാം, വാ ദിനേശ് ഇല്ലാത്ത ഒരു ഫോട്ടോ എടുക്കാം, അതിൽ നീ വേണം. അവൻ ചെന്നു. കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ മകന് സിനിമയിൽ കയറണം. ആരെ? ഈ ഹരികുമാറിൻ്റെ കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ മകന്. ഗുരുവിൻ്റെ നാട്ടിലുള്ള ആളാണ്. ഗുരു പക്ഷെ അടുപ്പിക്കുന്നില്ല. എന്നെ മാനസ ഗുരുവായി അക്കാലത്ത് കണ്ടിരുന്ന ഈ പയ്യൻ എന്നെ സമീപിച്ചു. ഞാൻ അവന് വേണ്ടി സംസാരിച്ചു. ശരിയാവില്ല ദിനേശ്, അവൻ്റെ അച്ഛൻ നല്ല കീറാണ്, തലവേദനയാവും. അപ്പം ഞാൻ ഉറപ്പ് പറഞ്ഞു, സാറേ അവൻ്റെ അച്ഛൻ വെള്ളം അടിക്കുന്ന സാറിന് തോന്നുന്നു, അവനൊരു ശല്യമാവില്ല സാർ, അവന് സിനിമയോട് വല്ലാത്ത പാഷനുണ്ട്, അടുത്ത പടത്തിൽ നീ ഉണ്ടാകുമെന്ന് ഞാൻ അന്ന് ഈ പയ്യന് ഉറപ്പ് കൊടുത്തു. അവനുണ്ടായി. പക്ഷേ ഞാൻ ആ ചിത്രത്തിന് പോയതുമില്ല, ഉദ്യാനപാലകനായിരുന്നു ഞാൻ. ജെ.സി. സാറിൻ്റെ ഒരു സീരിയലായിട്ട് പോയി. അവനും ഗുരുവിൻ്റെ ഗുഡ് സർവീസ് സെൻറ്റർ വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ബുക്കിലുണ്ട്, അതുകൊണ്ടാണ് അവനെയും വിളിച്ചത്, ഇതിൽ നിർത്തിയിട്ടുണ്ട്. ഒരു വലിയ മലയാളത്തിലെ ഒരു വലിയ കവിയുടെ ശുപാർശയിൽ വന്നയാളാണ് അടുത്തയാൾ. ആദ്യമായി വർക്ക് ചെയ്യാൻ വന്ന സിനിമയിൽ ആദ്യ ദിവസം മറ്റൊരു സഹ കുടിയനോടൊപ്പം ചേർന്ന് അടിച്ചു ഫിറ്റാക്കി. യൂണിറ്റുകാരെ തള്ളക്കി വിളിച്ചു. യൂണിറ്റുകാർ ആരോടും മെക്കിട്ട് കയറുന്ന ക്യാമറമാനെ വിവരം അറിയിച്ചു. ക്യാമറാമാൻ പിറ്റേന്ന് രാവിലെ സെറ്റിൽ വന്നിട്ട് എന്നോട് കയറി കയർത്തു. ഇങ്ങനെയൊക്കെ ഉള്ളവനാണോ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ വയ്ക്കണം, മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ദിനേശേ, ഇങ്ങനെ ഉള്ളവന്മാരെ സെറ്റിൽ വയ്ക്കാൻ പറ്റില്ല, മറ്റവനെ പറഞ്ഞു വിടണം എന്നായി. അപ്പം ഞാൻ പറഞ്ഞു, താങ്കളും ഒരു സാഹിത്യ കുടുംബത്തിൽ നിന്നും വന്നതല്ലേ, ഒരു വലിയ കവി ശുപാർശ ചെയ്ത കൂട്ടുകാരൻ്റെ മകനെ പറഞ്ഞു വിടുന്നത് കവിക്കല്ലേ മോശം, മഞ്ഞിച്ചിടുങ്കോ സ്വാമി എന്ന് ഞാൻ പറഞ്ഞു. ക്യാമറമാൻ വഴങ്ങി. ആ ഒറ്റപ്പടത്തിൽ ഗുരുവിൻ്റെ ശിഷ്യനായി ഈ പയ്യൻ. അവനെയും ഗുരു അവസാന കാലത്ത് സില്ലി കയറ്റി നിർത്തി. എന്തായാലും അവൻ എൻ്റെ അന്തകനല്ല, എന്നോട് ഇപ്പോഴും നല്ല ബന്ധമുള്ള ആളാണ്. അവനെ വിളിച്ചു വരുത്തി, അവനെയും സില്ലി കയറ്റി നിർത്തി. ഇനിയൊരാൾ എന്നോടൊപ്പം ഗുരുവിൻ്റെ ശിഷ്യനായ ആളാണ്. ആ പടത്തോടെ ഗുരുവായിട്ടുള്ള ബന്ധം വിട്ടു. ഗുരു ശിഷ്യൻ്റെ അമ്മാവനുമാണ്. അവരെ എന്നും ഗുരു ബന്ധുവായി, സിനിമാക്കാരനായി കഴിഞ്ഞപ്പോൾ അവരെയൊന്നും ബന്ധുവായിട്ട് അംഗീകരിക്കുന്നില്ല. എവിടെ വച്ച് അമ്മാവനെ കിട്ടിയാലും അനന്തരവൻ വാരും അമ്മാവനെ. SVT ആശുപത്രിയിൽ ഈ അനന്തരവൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുക. അവിടെ വേറെ ആരോ കാണാൻ ഇദ്ദേഹം വന്നു. നീ എന്താ ഇവിടെ എന്ന് കേട്ടു. അല്ല, അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് ഇവിടെ. ഓ അത് ശരി. പിന്നെ ആ ദിനേശ് അണ്ണനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിച്ചല്ലേ എന്ന് ഞാൻ കേട്ടതും കാറെടുത്ത് ഇപ്പോൾ കളഞ്ഞു. ഈ അളിയനെ ഒന്ന് കാണാൻ പോലും കയറിയില്ല. മരിക്കാൻ കിടക്കുന്ന അച്ഛനെ, അമ്മാവനെ, അല്ല അളിയനെ കാണാൻ പോലും കയറാതെ കാറെടുത്ത് ഇപ്പോൾ കളഞ്ഞു. ഇതവൻ തന്നെ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ എവിടെ വെച്ച് കിട്ടിയാലും അവൻ അങ്ങനെ വാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മാവൻ സ്വന്തം മകളുടെ വിവാഹം പോലും അനന്തരവനെയോ വീട്ടുകാരെയോ ക്ഷണിക്കുക പോലും ചെയ്തില്ല. ഒരാളെയും വിളിച്ചില്ല അയാൾ. അനന്തരവൻ്റെ അമ്മയും അച്ഛനും മരിച്ചപ്പോഴും മച്ചമ്പിയോ സഹോദരിയോ അവസാനമായി കാണാനൊന്നും ഗുരുനാഥൻ ഈ അമ്മാവൻ അവിടെ ചെന്നതുമില്ല. പക്ഷേ ജീവിതത്തിലെ അവസാന പടം പിടിക്കുമ്പോൾ യവൻ കൂടി വേണമെന്ന് അമ്മാവനായ ഗുരുനാഥന് തോന്നി. നന്നായി, അവനിന്ന് പോട്ടതിൽ. അവൻ്റെ അമ്മ മരിച്ചിട്ട് അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ചെന്നില്ല. പക്ഷെ ഞാൻ പോയി രണ്ടിനും, അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും ഒക്കെ ഞാൻ പോയി. എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു, എനിക്കിട്ട് പണിഞ്ഞാലും എനിക്കിഷ്ടമാണ്. പക്ഷെ അമ്മാവൻ വിളിച്ചപ്പോൾ, എടാ നീ ഒരു പടത്തിൽ എന്താ വർക്ക് ചെയ്തുള്ളൂ, അതിൽ തന്നെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടു, പിരിച്ചു വിട്ടു, എന്നാലും വാ, ഞാൻ ദിനേശിനെതിരെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, ദിനേശ് ഒഴിച്ച് ബാക്കി എല്ലാവരും നിർത്തി വരണം എന്ന് ഇവൻ പൊത്തിട്ട് അങ്ങ് കുറേ പോകണം. ഞാൻ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് ആളിനെ പിടികിട്ടും, അതുകൊണ്ട് പറയുന്നില്ല. സുഹൃത്തം ചെയ്യുമ്പോഴും MTയെ പറ്റി ഡോക്യുമെൻ്ററി ചെയ്യുമ്പോഴും ഇദ്ദേഹം ഒരു ശിക്ഷയെ കൂടെ കൂട്ടി. ഈ പെണ്ണുങ്ങളുണ്ടെങ്കിലേ പുള്ളിക്ക് ഇപ്പോൾ സംവിധാനം വരും. എന്തിനാണ് ഇവരെ കൂട്ടിയതെന്ന് ആധികാരികമായി തന്നെ ഞാൻ ചോദിച്ചു. പെണ്ണുങ്ങളും സംവിധാനം പഠിക്കട്ടെ എന്നായിരുന്നു ഉത്തരം. കൂടെ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, അവർ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ദിനേശ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ സാറിൻ്റെ നിന്ന് പഠിക്കാൻ വന്നതാ, ഞാനെങ്ങനെ അവരെ പഠിപ്പിക്കും എന്ന മറുചോദ്യം ഞാൻ ചോദിച്ചു. ഞാനൊരു നല്ല പണി എൻ്റെ ഗുരുനാഥന് കൊടുത്തു. MTയെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുക്കാൻ പോയപ്പോൾ
ഗുരുവും ശിഷ്യയും രാമനിലയത്തിലാണ് പുറത്ത്. എനിക്ക് ഒരു ലോഡ്ജിൽ ഒരു അളിഞ്ഞ മുറിയാണ് എടുത്തു തന്നത്. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു ഇനി ഈ മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകില്ല. കാരണം ഞാൻ രാമനിലയത്തിൽ നോക്കി കൊതിച്ച് നിൽക്കുക, രണ്ടുപേരും കൂടെ അവിടെ, ഞാനൊരു ഉണക്ക ലോഡ്ജിൽ. അന്ന് തീരുമാനിച്ചു ഇനി ഇയാളുടെ പോകില്ല, ഈ ഡോക്യുമെൻ്ററിയുടെ ബാക്കി വർക്കിന് പോകില്ല എന്ന് അപ്പോഴേ ഉറപ്പിച്ച്. തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ MT വാസുദേവൻ നായർ, ശ്രീകുമാരൻ തമ്പി സാറ്, വൈശാഖൻ സാറ് തുടങ്ങി നിരവധി സാഹിത്യകാരന്മാർ അവിടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം കൂടാൻ വന്നപ്പോൾ അത് ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ചിത്രീകരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് സംവിധായകന് തോന്നി ഇതിൻ്റെയൊക്കെ കുറേ സ്റ്റില്ലെടുക്കണമെന്ന്. ഒരു ഫോട്ടോഗ്രാഫറെ കണ്ടെത്താൻ എന്നോട് പറഞ്ഞു. ഞാൻ കണ്ടെത്തി. തൃശ്ശൂരിൽ നിന്നൊരു ഫോട്ടോഗ്രാഫറെ തപ്പിയെടുത്തു. അന്ന് ഫിലിമിലാണ് പടം എടുക്കുന്നത്, ഡിജിറ്റലല്ല. ഗുരു കാണുന്നവരോടൊക്കെ നിർത്തിയിട്ട് ഈ ശിഷ്യയുടെ പടങ്ങൾ ഒരുപാടങ്ങ് എടുത്തു. MTയുടെ കൂടെ, വൈശാഖൻ്റെ കൂടെ, ശ്രീകുമാരൻ നമ്പീരുടെ എല്ലാവരുടെയും നിർത്തി. ശിഷ്യയെ നിർത്തി. എൻ്റെ ശിഷ്യയാണ് കേട്ടോ പുതിയ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നിർത്തി, കെട്ടിപ്പിടിച്ചില്ലെന്നേ ഉള്ളൂ. ഫോട്ടോകളെടുത്തു. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർക്ക് ഞാൻ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് എക്സ്പോസ് ചെയ്ത ഫിലിം ഇങ്ങ് വാങ്ങിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നമ്മുടെ ബാബയിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഫിലിം വാഷ് ചെയ്തു. മൊത്തം 6x4 എന്ന് പറഞ്ഞ വലിപ്പമുണ്ട്, ഇത്ര പോസ്റ്റ് കാർഡിനേക്കാൾ അല്പം കൂടെ ഉള്ള 6x4 ഒരു പ്രിൻ്റ് എടുത്തു. എന്നിട്ട് ഡോക്യുമെൻ്ററിയുടെ ആവശ്യത്തിനായി എന്തെല്ലാം എടുത്തോ ആ നെഗറ്റീവ് എല്ലാം വച്ചിട്ട് ഈ പെണ്ണുമ്പിളയെ ആരോടൊക്കെ നിർത്തി പടം എടുത്തോ അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തു. ഞാൻ ഒരു കവറിലിട്ട് വെച്ചു. ഡോക്യുമെൻ്ററി ഷൂട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി വർക്ക് ശിക്ഷയെ കൊണ്ടങ്ങ് ചെയ്യിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ പിരിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, അത് സർക്കാരിൻ്റെയാണ്, അങ്ങനെ പോകാൻ നോക്കില്ല. ഞാൻ പോവും, ഞാൻ വരില്ല, ഇനി ലാബ് വർക്കിന് ഞാൻ വരില്ല, ശിക്ഷയെ കൊണ്ട് ചെയ്യാതി, ശിഷ്യയും ഗുരുവും കൂടെ അങ്ങ് പെയ്യാതി എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് പോയി. ഒരു നാൾ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞിട്ടായിരിക്കും ഗുരുവിന് ഓർമ്മ വന്നു, എന്നെ വിളിച്ചു. അന്നിടത്ത് ആ ഫിലിമിൻ്റെ നെഗറ്റീവ് തന്നില്ലല്ലോ ഇതുവരെ. അപ്പോൾ നെഗറ്റീവ് ആവശ്യപ്പെടുകയാണ് പുള്ളി. ഞാൻ നെഗറ്റീവ് കവറുമായി ചെന്നു കൊടുത്തു. നെഗറ്റീവ് എന്ന് കൊടുത്തു. സംസാരിച്ചിരിക്കുമ്പോൾ ചന്ദ്രിക ചേച്ചി ചായയായിട്ട് വന്നു. അപ്പം അടുക്കളയിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് കാണാം. അങ്ങനെ ചായയായിട്ട് വന്നു. ചേച്ചി വരുന്നത് കണ്ടപ്പോൾ ഗുരു നെഗറ്റീവിൻ്റെ കവറ് ടീപ്പൊരു അടിയിലിട്ടിട്ട് കള്ള ലക്ഷണം പോലെ ഉണ്ടാതിരുന്നു, ഒന്നും അറിഞ്ഞൊരു അത്വലിരുന്നു. എനിക്ക് ചിരി വന്നെങ്കിലും ഞാനത് മൂടി വെച്ചു. കാരണം ഈ നെഗറ്റീവ് കവർ മേശപ്പുറത്തിരുന്നാൽ ചേച്ചി നെഗറ്റീവ് എടുത്ത് നോക്കിയാൽ നിറയെ ഫ്രെയിമുകളിൽ നിൽക്കുന്ന ഈ പെണ്ണുമ്പിള്ള ആരാണെന്ന് ചോദിച്ചാലോ ഉത്തരം മുട്ടൂലേ സാറിൻ്റെ. സ്ത്രീ അതിലില്ല എന്ന്, ഈ കവറിലിരിക്കുന്നതിൽ സ്ത്രീയുടെ ഒരു പടവും ഇല്ല എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഞാൻ മടങ്ങി. ഞാൻ വീടെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇതിൽ മുഴുവൻ നെഗറ്റീവ് ഇല്ലല്ലോ ദിനേശ്. ഉണ്ടല്ലോ, ഏത് പടത്തിൻ്റെ നെഗറ്റീവ് ഇല്ലാത്ത എന്നായി ഞാൻ. കാരണം ഞാൻ ഈ അക്കാഡമി ഷൂട്ട് ചെയ്തതിൻ്റെ എല്ലാ സ്റ്റില്ലും പുള്ളിയിൽ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ആ സാറിൻ്റെ കയ്യിലുള്ള ഫോട്ടോയിലുള്ള ഏത് നെഗറ്റീവ് അത് ഇല്ലാത്തേ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാൻ വിട്ടു, 6x4 പ്രിൻ്റ് അടിച്ചത് ഞാൻ ആദ്യം എത്തിച്ചിരുന്നു പുള്ളിക്ക്. ഞാൻ തന്ന പ്രിൻ്റുകൾ നെഗറ്റീവിൽ എല്ലാം അതിൽ കാണും എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. സാറൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഗുരുവിന് ഉത്തരം മുട്ടി. മറ്റേ പെണ്ണുമ്പിള്ളയുടെ പടം എവിടെയെന്ന് അദ്ദേഹത്തിന് എന്നോട് ചോദിക്കാനൊരു ചമ്മൽ. ഞാൻ തിരിച്ചെന്ത് പറയുന്നറിയണ്ടല്ലോ. ഞാൻ പിന്നെയും കുളമാക്കുമെന്ന് പുള്ളിക്കൊരു സംശയം. കാരണം പെണ്ണുപിള്ളയായിട്ട് നിൽക്കുന്ന ഫോട്ടോ അത്രയും കൊണ്ടുവന്ന് ചന്ദ്ര ചേച്ചിരി കൊണ്ടുകൊടുത്തിട്ട് ഇതാ ഗുരു വരുമ്പം കൊടുത്തേക്കണേ, ഒരു പെണ്ണുപിള്ളേരെ കുറേ പടമാണെന്ന് പറഞ്ഞാൽ കുളമാവില്ല. അതുകൊണ്ട് പുള്ളി പിന്നെ എന്നോട് ചോദിച്ചില്ല. ഈ ക്യൂ നിൽക്കുന്ന ശിഷ്യഗണങ്ങളിൽ ഒരാൾ ഈ പറഞ്ഞ ശിഷ്യയുടെ സഹോദരനാണ്. ഒരു പടത്തിൽ ഇദ്ദേഹവും നമ്മളെ ഗുരുനാഥൻ്റെ ശിഷ്യനായിരുന്നു. ഇനി ബാക്കിയുള്ളത് ഒരു മൈനാഗപ്പള്ളിക്കാരനാണ്. ഞാനൊരു സിനിമയ്ക്ക്, ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ സിനിമയ്ക്ക് അയാളെ സഹകരിപ്പിച്ചിരുന്നു. അതിലപ്പുറം ഒരു ബന്ധം എനിക്ക് അയാളോടില്ല. കരുനാഗപ്പള്ളിക്ക് അപ്പുറത്തു നിന്നൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ഒരാളോടും എനിക്ക് പകയില്ല, വിദ്വേഷം ഒട്ടുമില്ല. ഈ പടം എടുത്തു കൊടുത്ത ദ്രോഹിയോടും എനിക്ക് ദേഷ്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സുകുമാരൻ ഷാർജ കൊടുത്ത കേസിൽ, ചെക്ക് കേസിൽ മറ്റന്നാൾ വിധി വരും, എന്നെ ശിക്ഷിക്കുമെന്ന് എൻ്റെ വക്കീൽ പറയുന്നു. അങ്ങനെ ശിക്ഷിച്ചാൽ പുറത്തിറങ്ങുന്ന അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഈ ദ്രോഹി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന ലക്ഷങ്ങൾ തരാതെ കബളിപ്പിച്ചവൻ അകത്ത് കിടക്കട്ടെ എന്നല്ലേ ഞാൻ കരുതേണ്ടത്. പക്ഷെ ഞാൻ കരുതിയില്ല. എൻ്റെ കാശ് മുടക്കി രാത്രി ഷാർജയ്ക്ക് വിളിച്ച് ഈ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എന്നിട്ടും ആ കള്ളൻ ഇപ്പോഴും ഈ അടുത്ത കാലത്തും എന്നെ പറ്റിച്ചു. ഞാൻ ചെയ്ത 300 എപ്പിസോഡും അവൻ സംവിധാനം ചെയ്തതാണെന്ന് പേര് വെച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്തു. വലയം എന്നാണല്ലോ ആ സീരിയലിൻ്റെ പേര്. എന്നെ പിന്നെയും കള്ളനാക്കി അവൻ. ആ ചതിയം ചെയ്ത സീരിയൽ ഞാൻ ചെയ്തതാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു എന്ന് പലരും ധരിച്ചു. പലരും എന്നോട് ചോദിച്ചു, സാറേ
പലരും സാറ് ചെയ്തെന്നല്ലേ പറയണേ, പക്ഷെ അതിൽ വേറൊരാളുടെ പേരാണല്ലോ സാറെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദ്രോഹം വരെ അവൻ ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ടും എനിക്ക് ആ ദ്രോഹിയോട് പകയില്ല. എന്നെ ദ്രോഹിക്കുന്നതിനപ്പുറം ചെയ്തിട്ടും ഗുരുനാഥൻ ചാവാൻ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സിന്ധുവിനെയും കൂട്ടി അന്വേഷിച്ചു ചെന്നു. ഇൻഫെക്ഷൻ എന്ന കള്ളക്കഥ പറഞ്ഞ് പറ്റിച്ചു. എന്നിട്ട് ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹത്തെ പറ്റിച്ചവന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി പടമെടുത്ത് പുറത്തു വിട്ടു എന്നെ തോൽപ്പിക്കാൻ. കൂടെ പോയി ഫോട്ടോ എടുത്തവന്മാർ തന്നെ ചിലർ കൂടെ എനിക്ക് ഈ പടം അയച്ചെന്ന് സംതൃപ്തി അടയുന്നു. അതിനാലാണ് ഈ ഫോട്ടോ കഥ ഇപ്പോൾ പറയേണ്ടി വന്നത്. ഇതുപോലെ എന്നെ നാറ്റാൻ പുതിയ വഴികൾ ഈ ശിഷ്യന്മാർ പരീക്ഷിക്കട്ടെ. ഞാൻ തളരില്ല, കാരണം ഞാൻ തീ കുരുത്തവനാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഫോട്ടോയിൽ ആവശ്യം നിൽക്കേണ്ട ഒരാളിനെ എന്തുകൊണ്ടോ അദ്ദേഹം വിളിച്ചില്ല. അതോ അവർ മറ്റേ ബ്ലൂ ഫിലിം എടുക്കുന്ന തിരക്കിൽ വരാത്തതാണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, പാൽപ്പായസമൊക്കെ എടുക്കുന്ന ഇപ്പം പോലീസിൻ്റെ ചട്ടിയിലായ ഒരു പെണ്ണുമ്പിള്ളേട്ടല്ല, അവളെ കൂടെ വിളിക്കണമായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിക്ഷയാണ്. അതിനെയും കൂടെ ഈ ഫോട്ടോയിൽ വിളിച്ച് നിർത്തണമായിരുന്നു. പക്ഷേ ഇദ്ദേഹം വിളിച്ചവൻ പറഞ്ഞാണ്, സാറേ ഞാൻ വേറെ പുതിയൊരു കമ്പിപ്പടം എടുത്തുകൊണ്ടിരിക്കണോണ്ടേ അത് എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. എന്ന് മാത്രമല്ല ആ പയ്യന് പോകണം സാറേ, ആ സ്ത്രീക്കും തിരക്കുണ്ട്, അവർ വേറെ കമ്പിപ്പടത്തിൽ അഭിനയിക്കാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത് ഇട്ടിട്ട് വരാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞാണ്. സാറ് പറയുന്നതാണ്, സാരമില്ല മോളേ നീ വരണ്ടെന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ അവളും കൂടെ വേണമായിരുന്നു. ഇതിൽ നാണം കെട്ട പണികളല്ലേ കാണിക്കണമെന്ന് അലച്ചു നോക്കി. ഇതുകൊണ്ടൊന്നും ദിനേശിനെ തോൽപ്പിക്കാനാവില്ല. എൻ്റെ ഇതിൽ നിൽക്കുന്ന 8 പേരും ഇതിൽ നിൽക്കാത്ത എംബോക്കിയും കൂടെ ചേർത്ത് 9 പേരോട് ഞാൻ പറയുകയാണ്, വേറെ വഴികൾ വല്ലതും നോക്ക്. ഇതൊന്നും കൊണ്ട് ദിനേശിനെ തളർത്താൻ കഴിയില്ല. ഞാൻ ഈ ഫോട്ടോ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ എടുത്ത് വെച്ച് നോക്കും. ആലിബാബയും 41 കള്ളന്മാരും നിൽക്കുന്നത്. ഇതിലപ്പുറം ഞാൻ പറയുന്നില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.